നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ 1600 രൂപ കേരളമല്ലാതെ മറ്റിന്ത്യയിലെ ഏത് സംസ്ഥാനത്തുണ്ട് പെൻഷൻ? വയോജനം, അതേപോലെ തന്നെ വിധവകൾ, അതേപോലെ തന്നെ അംഗപരിമിതിയുള്ള ആളുകൾ, ഇവരുടെയൊക്കെ പെൻഷൻ പദ്ധതികൾ ഇത്രയും വിപുലമാക്കിയ, ഇത്രയും വലിയൊരു തുക നൽകുന്ന ഏതെങ്കിലും മറ്റൊരു സംസ്ഥാനം, BJP ഭരിക്കുന്ന സംസ്ഥാനം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കാണിക്കട്ടെ? ഇല്ല. ഇതെല്ലാം അഭിലാഷേ കേരളത്തിലെ ഇടതുപക്ഷ ഇടപെടലിന്റെ പ്രത്യക്ഷമായ അനുഭവങ്ങളാണ്. ഇപ്പോൾ ഈ ഘോരഘോരം പ്രസംഗിച്ച ആളെ മനസ്സിലായോ? ഇത് CPM-ന്റെ KT കുഞ്ഞിക്കണ്ണൻ എന്ന നേതാവാണ്. ഈ KT കുഞ്ഞിക്കണ്ണൻ എന്ന പേരുണ്ടല്ലോ, നമ്മൾ ശ്രദ്ധയോടെ പറഞ്ഞില്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ തെറ്റിപ്പോവും. അങ്ങനെ അനുഭവം ഉണ്ടേ. കേരളത്തിലെ തന്നെ, മലയാളത്തിലെ തന്നെ മുഖ്യധാര മാധ്യമത്തിലെ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അബദ്ധം പറ്റിയതാണ്. പിന്നെ അത് വലിയ ട്രോളൊക്കെ ആയതാണ്. ഞാൻ അതിനെപ്പറ്റിയല്ല പറഞ്ഞു വരുന്നത്. ഈ KT കുഞ്ഞിക്കണ്ണൻ എന്ന വ്യക്തി വളരെ ആവേശത്തോടെ സംസാരിച്ചുകൊണ്ട് വരുന്നു. കേരളമല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനം 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനം ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് ആ ശൈലി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിക്കുക എന്ന് പറയാൻ കാരണമുണ്ട്. എന്തൊരു ആവേശത്തിലാണ് പറഞ്ഞു വരുന്നത് എന്ന് നോക്കുക. ഇനി ഇതിന് മറുപടിയോടെ കാണണ്ടേ? BJP-യിൽ നിന്ന് യുവരാജ് ഗോകുൽ എന്ന ചെറുപ്പക്കാരനാണ് ഇതിന് മറുപടിയും കൊണ്ടുവരുന്നത്. അതോടെ ഒന്ന് കണ്ടുനോക്കുക. അദ്ദേഹം ചോദിച്ചു, കേരളം 1600 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്, അതിന് മുകളിലേക്ക് ആരാണ് പെൻഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഏത് സംസ്ഥാനം? അദ്ദേഹം ദേശാഭിമാനി മാത്രം വായിക്കുന്നതിന്റെ പ്രശ്നമായിരിക്കും. ഹരിയാനയിൽ 3000 രൂപയാണ് സീനിയർ സിറ്റിസൺസിന് പെൻഷൻ കൊടുക്കുന്നത്. അത് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ആരും കോടതിയിൽ കേസിന് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് അങ്ങനെ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞത് ശരി തന്നെയാണ്. ഹരിയാനയിലോ? എന്റെ കുഞ്ഞിക്കണ്ണ സഖാവേ, യുവരാജ് ഒന്ന് പറയട്ടെ. അതിന്റെ ഇടയ്ക്ക് കയറി വെടിവെക്കാതെ. താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം മിണ്ടാതിരിക്കുകയല്ലായിരുന്നോ? അത് കേക്ക്, ബാക്കിയോടെ കേക്ക്. ഒക്ടോബർ 11, 2023 ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. സാർ വേണമെങ്കിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ സാറിന് മുന്നിലേക്ക് വരും. 2750 രൂപ അതുവരെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് 3000 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താങ്കൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ശരി. ഇദ്ദേഹം പറയുന്നത് ഹരിയാനയിൽ 3000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് വയോജനങ്ങൾക്ക്. എൻ്റെ അറിവിലല്ല, ഞാൻ നീതി ആയോഗിൻ്റെ ഒക്കെ കണക്കുകൾ പരിശോധിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഡൽഹി, ഗോവ, കേരളം. എന്താണ് എനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ അറിയില്ല എന്നതിൻ്റെ അർത്ഥം പിന്നെ മറ്റാരും അറിയണ്ട എന്നാണോ? കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പൊതുവെ ഇപ്പം തന്നെ നല്ല മതിപ്പാണല്ലോ ആളുകൾക്ക്. വിദ്യാഭ്യാസം, വിവരം, അറിവ്, ഇതെല്ലാം ഒരുപാടുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് പൊതുവെ പറഞ്ഞു വെക്കുന്നത്. താങ്കൾക്കറിയില്ല എന്നതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നല്ലല്ലോ. ഈ ദേശാഭിമാനിയും കൈരളിയൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ ഇതൊന്നും അറിയണമെന്നില്ല സഖാവേ. അതൊക്കെ അറിയണമെങ്കിൽ കേരളത്തിന് പുറത്തും ഒരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കണം. ഇനി അതും കൂടെ, ആ ബാക്കി കൂടെ ഒന്ന് വാങ്ങി കൂട്ടിക്കോ. ഒക്ടോബർ 11, 2023 ഹിന്ദുസ്ഥാൻ ടൈംസ് വാർത്തയാണ്. അത് ഡൽഹിയിലെ ഗോവയിലുമൊക്കെ 80 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കുള്ള പെൻഷനിലാണ് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതം. അല്ല, താങ്കൾ ഇത് വാഗൊണ്ട് പറയുന്നത് കൊണ്ടായില്ല സാർ. ഞാൻ പറയുന്നത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 1600 രൂപ പെൻഷൻ കൊടുക്കുന്നില്ല. വാർത്ത 1600 കൊടുക്കുന്നില്ല. 2750 കൊടുത്തിരുന്നു. അത് ഒക്ടോബർ 11, 2023 അത് 3000 വർദ്ധിപ്പിച്ചു. ഞാൻ ഔദ്യോഗിക രേഖകളൊന്നും കണ്ടിട്ടില്ല. ഇന്ത്യയിൽ സോഷ്യൽ സെക്യൂരിറ്റി അസിസ്റ്റൻസ് സ്കീം പ്രകാരം 1000 രൂപ പെൻഷൻ കിട്ടുന്നത് ഡൽഹിയിലും ഗോവയിലും കേരളത്തിലുമാണ്. യുപിയിലും കൊടുക്കുന്നുണ്ട്. വയോജനങ്ങൾക്കാണ് 1000 രൂപ കിട്ടുന്നത്. അത് കേന്ദ്ര സംസ്ഥാന യുപിയിലൊന്നും ഒരു ചുക്ക് നടക്കുന്നില്ല. കൊടുക്കുന്നുണ്ട്. വാചകമടിക്കണ്ട. മലയാളികൾക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കാൻ അറിയാം സാർ. പഴയ കാലമല്ല. ദേശാഭിമാനി പത്രം മാത്രമല്ല സാർ അവർ വായിക്കുന്നത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ ആ സംസാര ശൈലി തന്നെ മാറിയത് കണ്ടോ? ജയന്ത് ജനത എക്സ്പ്രസ് പോലെ വന്നിരുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ പോലെ കൃ മാത്രമായി. ഇത്രയേ ഉള്ളൂ ഇവരൊക്കെ. കവലയിൽ പ്രസംഗിക്കുന്നത്, വീട്ടിൽ സംസാരിക്കുന്നത്, പാർട്ടി ഓഫീസിൽ സംസാരിക്കുന്നത്, അതേ ശൈലിയിൽ തന്നെയാണ് ഇവർ ചാനൽ മുറികളിലും സംസാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ വസ്തുതയുടെ, അവർ പറയുന്ന വസ്തുത പൊള്ളത്തരം അല്ലെങ്കിൽ കള്ളമാണ് എന്ന് തെളിവ് സഹിതം തിരിച്ചടിച്ച് ഇവരെ പ്രതിരോധിച്ചാൽ ഐസ് പോലെയായി പോവുക. കാറ്റൂരി വിട്ട ബലൂൺ പോലെ നിന്ന് ബബ്ബ അടിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതാണ് ഇപ്പോൾ ഈ KT കുഞ്ഞിക്കണ്ണൻ്റെ കാര്യത്തിൽ കണ്ടത്. ഇത് പറയാനുള്ള കാരണം, ഇതേ കള്ളം ആവർത്തിച്ച് ജെയ്ക് സി തോമസ് എന്ന ആ ചെറുപ്പക്കാരനും, CPM-ൻ്റെ ആ ചെറുപ്പക്കാരനും, അതേപോലുള്ള പല കമ്മ്യൂണിസ്റ്റുകാരും നിരവധി ചാനലുകളിൽ കയറിയെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളം മാത്രമല്ലേ 1600 രൂപ കൊടുക്കുന്നത്, വേറെ ഏതെങ്കിലും സംസ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. ഇത് അന്തംഗമികളെ പറ്റിക്കാൻ ഇത്രയും മതി.
പക്ഷേ അറിവുള്ളവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഇത് നിങ്ങൾക്ക് തേഞ്ഞു പോകും. ഹരിയാന 2700 വെച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്, അത് 3000 ആക്കാൻ പോകുന്നു, 300 രൂപ കൂട്ടി. ഏതാണ്ട് കേരളം കൊടുക്കുന്നതിൻ്റെ ഇരട്ടിക്കടുത്ത്. 200 രൂപ ഉണ്ടെങ്കിൽ കേരളത്തിന് ഇരട്ടിയായി. അതേപോലെ തന്നെ ഗോവ കൊടുക്കുന്നു, മധ്യപ്രദേശ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തിരുന്നു, ഇനിയും കൊടുക്കുന്നു, ഉത്തർപ്രദേശ് കൊടുക്കുന്നു, മറ്റു വേറെയും സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അവിടെ നിന്നങ്ങ് തള്ളി മറിച്ചേക്കോ കേരളം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന്. ഇങ്ങനെയാണ് പല കള്ളങ്ങളും ഇവർ പല ആവർത്തി പറഞ്ഞാണ് ഈ വലിയ അറിവൊന്നുമില്ലാത്ത ഈ അന്തവാണികളെ ഇവർ പറഞ്ഞു പറ്റിക്കുന്നത്. ഇതുപോലെ പരസ്യമായിട്ട് തന്നെ തെളിവ് സഹിതം തിരിച്ചു കൊടുക്കുമ്പോൾ ഇവരുടെ ശബ്ദം പോയ പോക്ക് നോക്കൂ, ഇവരുടെ ശൈലി പോയ പോക്ക് നോക്കൂ. എന്തൊരാവേശമായിരുന്നു തുടക്കത്തിൽ, ഇപ്പോൾ എന്തു പറ്റി? ഈ KT കുഞ്ഞിക്കണ്ണൻ എന്ന ഈ വ്യക്തിക്ക് എന്തായാലും ഈ യുവരാജ് ഗോകുലിനേക്കാൾ ഒരുപാട് രാഷ്ട്രീയ പരിചയമുണ്ട്, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ആരോഗ്യത്തിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തി. അവരുടെ ഭാഷയാണേ. അയാൾ എത്ര നിസാരമായിട്ടാണ് ചീറ്റിപ്പോയതെന്ന് നോക്കുക. യുവരാജിൻ്റെ മുന്നിൽ വസ്തുത വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ദേശാഭിമാനിയിലെ കണക്കല്ല പറയുന്നത്, ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന വാർത്ത കൂടി ഉദ്ധരിച്ചിട്ടാണ്. ഇനി അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗൂഗിൾ ചെയ്താലും മനസ്സിലാക്കും. ഇന്നിപ്പോൾ ഏത് കാര്യം അറിയാനും വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാലത്തൊന്നും അല്ലല്ലോ. പഴയ പോലെ പത്രപേപ്പറുകൾ തിരഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഫോണുമുണ്ട്, നെറ്റുമുണ്ട്, നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്ര കാലം ഇവർക്ക് ഇനിയും ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കാൻ പറ്റും എന്നതൊരു കാതലായിട്ടുള്ളൊരു ചോദ്യമാണ്. ലളിതമായിട്ട് തന്നെ പറയാൻ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. 2010 ശേഷമാണ് നമ്മുടെ കയ്യിലെല്ലാം, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിലെല്ലാം ഈ വിവര സാങ്കേതിക വിദ്യ കുറേ കൂടെ ഫാസ്റ്റിൽ എത്തപ്പെട്ടു. അതായത് നമുക്കറിയാമല്ലോ, ഒരു സമയത്ത് ഒരു 100 MB ഡാറ്റ കിട്ടണമെങ്കിൽ തന്നെ എത്ര രൂപ കൊടുക്കണമായിരുന്നു. ആ സ്ഥാനത്ത് നമുക്ക് ഇന്ന് ഡെയിലി 1 GB വെച്ച് ഈ 28 ദിവസവും 30 ദിവസമൊക്കെ വെച്ച് കിട്ടുന്നു. അതും കേവലം 300 രൂപയ്ക്ക് താഴെ മാത്രം. അത്രയും വേഗതയിൽ കിട്ടാൻ തുടങ്ങി, അത്രയും ചീപ്പായിട്ട് കിട്ടാൻ തുടങ്ങി. മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കാൻ അറിയുകയും ചെയ്യാം. വിവരങ്ങളൊക്കെ വിരൽ തുമ്പിലുണ്ട്. ആ കാലത്തും ഇരുന്നുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അതും ഈ ദേശാഭിമാനിയും കൈരളിയും വായിക്കുന്ന അവർ പറയുന്നു, എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഇവരാണോ ഈ സർവ്വവിജ്ഞാന കോശങ്ങൾ? അതും ഈ അന്തംഗമ്മികൾ, കേവലം 1% മാത്രമുള്ള, അത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മാത്രമുള്ളവർ, അവർക്കറിയില്ല എന്നതിൻ്റെ അർത്ഥം മറ്റുള്ളവരും അറിഞ്ഞിരിക്കേണ്ട എന്നാണോ? ഇതൊക്കെയാണ് ഇവരുടെ ഒരു മിഥ്യാധാരണ. എന്തായാലും ഇങ്ങനെ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പച്ചക്കള്ളം പച്ചയ്ക്ക് തന്നെ പൊളിച്ചു കൊടുത്തതിന് യുവരാജ് ഗോകുലിന് ഒരു സല്യൂട്ട് പറയാതിരിക്കാൻ പറ്റില്ല. മറ്റൊരു രസകരമായിട്ടുള്ള വാർത്തയിലേക്കാണ്. ഈ നവകേരള സദസ്സ് എന്ന ഈ മാമാങ്കത്തിനെ, അല്ലെങ്കിൽ ഈ റോഡിലൂടെയുള്ള ഈ യാത്രാ മാമാങ്കത്തെ പലരും ഇവിടെ ഇരുന്ന് ട്രോളുകയുണ്ടായി. പ്രത്യേകിച്ചും സംഘികളും കൊങ്ങികളും ഒക്കെ. എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടമെന്ന് അങ്ങനെ അടച്ചാക്ഷേപിക്കരുത് കേട്ടോ. നവകേരള സദസ്സ് കൊണ്ട് നേട്ടമുണ്ട്. അതായത് അതിൽ ഒരാൾ ഒരു പരാതി കൊടുത്ത്, ആളുടെ പേരൊന്നും കാണിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, പക്ഷേ അതിന് കിട്ടിയ മറുപടി നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ബാങ്കിൽ ഏതാണ്ട് 4 ലക്ഷത്തിനടുത്ത് അദ്ദേഹത്തിന് അടയ്ക്കേണ്ട വായ്പാ കുടിശ്ശിക തുകയുണ്ടായിരുന്നു. അതിൽ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇളവ് കിട്ടിയിരിക്കുകയാണ്. 4 ലക്ഷത്തോളം രൂപ അടയ്ക്കാനുള്ള അദ്ദേഹത്തിന് കിട്ടിയ ഇളവ് എന്നത് 515 രൂപയാണ്. 515 രൂപ ഇളവ് കിട്ടി. അതായത് ഒരു ദിവസത്തെ പണിയൊക്കെ മെനക്കെടുത്തിയായിരിക്കാം ഒരുപക്ഷെ ഇദ്ദേഹം ഈ നവകേരള സദസ്സിന് പോവുകയും അപേക്ഷ കൊടുക്കുകയും ഇതൊക്കെ ചെയ്ത്. അദ്ദേഹത്തിന് ഇത് കിട്ടാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ 515 രൂപ കുറഞ്ഞു കിട്ടി, ഇളവ് കിട്ടി എന്നതൊരു വലിയ കാര്യമാണ്. അതിന് തീർച്ചയായിട്ടും നവകേരള സദസ്സിന് ഒരു കയ്യടി കൊടുക്കണം, അല്ലേ? ശരിയല്ലേ? കളിയാക്കരുത് കേട്ടോ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.